ഗണ്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അരുവികളിലെ നീരൊഴുക്കിന്റെ ദിശയെ കുറുകെ നിർമ്മിച്ച ചെറിയ തടസ്സങ്ങളാണ് ചെക്ക് ഡാമുകൾ. പിടിച്ചെടുത്ത വെള്ളം കിണറുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ആവശ്യകത കുറയ്ക്കുകയും ഭൂചലന വകുപ്പ് നിരപ്പ് കുറയ്ക്കുന്നതിന് പകരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ ഈ പദ്ധതി കാഞ്ഞാർ പാലത്തിന് സമീപമായി മലക്കര ഡാമിന്റെ അപ്സ്ട്രീം ഭാഗത്താണ് നടപ്പിലാക്കുന്നത്. 115 മീറ്റർ നീളത്തിലുള്ള ചെക്ക് ഡാമും കാർഷിക സംരക്ഷണ ഭിത്തിയും അനുബന്ധ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങളുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു മൈക്രോ ഇറിഗേഷൻ പദ്ധതി കൂടെ അത് 3.27 കോടി സിവിലിനും 3.25 കോടി മൈക്രോ പാട്ടിനും കൂടെ ചേർത്ത് ഒരു പ്രൊജക്റ്റായിട്ട് കൂടി എക്സ്ട്രാ നമ്മളിവിടെ മൈക്രോ ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ വെള്ളം ഉപയോഗിച്ച് മൈക്രോ ഇറിഗേഷന് കൂടി ഒരു പുതിയ പ്രൊജക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് 2 പദ്ധതി ഉദ്ഘാടനമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ഏറ്റവും അനുയോജ്യമാണ്. അതിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് എൻ്റെ വാർഡിലാണ് എന്നത് ഏറ്റവും സന്തോഷകരമാണ്. ചെക്ക് ഡാം അതുപോലെ തന്നെ ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് നമ്മുടെ ഈ കോട്ടയംകുന്ന് ഭാഗത്തേക്കും ഒക്കെ എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് വളരെ നല്ലൊരു പദ്ധതിയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുന്നു. നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റിനെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഫുട്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ടോമി ജോസഫ് കുന്നേലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൽ ജോസഫിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അരക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇലപ്പള്ളി വാർഡ് മെമ്പർ പി ഡി സുമോനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി സാർ, മറ്റ് വേദിയിലെ അധ്യക്ഷൻ അടക്കം മറ്റ് നേതാക്കന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അടക്കം പഞ്ചായത്തിനും കൊടയത്തൂർ പഞ്ചായത്തിനെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു ദിനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതുപോലെ മിനിസ്റ്റർ മുൻകൈയെടുത്ത് ഇവിടെ ഒരു ചെക്ക് ഡാം നിർമ്മിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ വിശദാംശമെല്ലാം അദ്ദേഹം പറയും. നമ്മുടെ ഈ അടുത്ത കാലത്തായി നമ്മളെല്ലാവരുടെയും എന്ത് രാഷ്ട്രീയത്തിലുള്ളവരാണേലും നമ്മളെല്ലാം ഓർമ്മകളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ വികസന മുന്നേറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത് കാഞ്ഞാർ പാലത്തിൻ്റെ നടപ്പാത അടക്കം ഇപ്പോൾ തന്നെ ഇത് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ ഓളപ്പുറയിൽ നിന്ന് കാഞ്ഞാറിലേക്കുള്ള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ MIPയുടെ കീഴിലുള്ള ടൂറിസം പദ്ധതി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മളെല്ലാം സ്വാഗതം ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരെയും കടമ. ആര് കൊണ്ടിരുന്നു എന്നുള്ളതല്ല കാര്യം. എന്ത് പദ്ധതി വന്നു ഇവിടെ, അത് ഏതൊരു വ്യക്തിയാണേലും അദ്ദേഹത്തെ അനുമോദിക്കുകയും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ വരുന്ന പദ്ധതി തീർച്ചയായും നമ്മുടെ ഈ നാട്ടിലുള്ളവർക്കെല്ലാം വലിയ പ്രയോജനകരമാണ്. എല്ലാ വിഭാഗത്തിനും, കച്ചവടക്കാർക്കടക്കം നാട്ടുകാർക്കടക്കം ജലസേന ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം എല്ലാവർക്കും പ്രയോജനകരമാണ്. ഇപ്പോൾ ഓളപ്പുറ മുതൽ കാഞ്ഞാറ്, അത് കഴിഞ്ഞാൽ പിന്നെ അറക്കുളം ത്രിവേണി സംഗമം വരെയുള്ള ടൂറിസം മേഖല, അതിൻ്റെ ഒരു വലിയ ഡെവലപ്മെൻറ്റ് വരാൻ പോണേ. പല പദ്ധതിയാണ്. 116 കോടിയാണ് പ്രഖ്യാപിച്ചെങ്കിൽ അനുബന്ധമായിട്ട് പിന്നെയും വരും. അത് ടൂറിസം മേഖലയ്ക്ക് വലിയ ഗുണം ചെയ്യും. അതിനെ പോലും എതിർക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ്. നിർഭാഗ്യരെന്ന് പറയട്ടെ, ഇവിടെ ബഹുമാനായ മന്ത്രിയുടെ കോലമൊക്കെ കത്തിക്കാൻ എനിക്ക് അങ്ങേയറ്റം ക്ലേശകരമാണ്. അതൊക്കെ അപമാനകരമാണെന്ന കാര്യം തർക്കമില്ല. പദ്ധതി ആര് കൊണ്ടുവന്നാലും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അല്ലെങ്കിൽ നടന്നൊരു പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ, നിർമ്മാണ ഉദ്ഘാടനമോ അല്ലെങ്കിൽ പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോഴോ അതിനോടൊക്കെ ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം എന്നാ പറയണേ, കാടത്തതുമാണെന്ന് മാത്രമല്ല ജനവിരുദ്ധമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ കാര്യം, ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നി. അതൊന്നും ശരിയായ നടപടിയല്ല. നിങ്ങളെല്ലാവരും ഇന്ന് വ്യത്യസ്ത രാഷ്ട്രീയക്കാരവിടെ നിൽക്കുന്നത് നമ്മളെല്ലാം ചേർന്ന് ഇത്തരം പ്രവൃത്തികളെ ബഹുമാന്യനായ മന്ത്രിയോടൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഈ പദ്ധതി കൊണ്ടുവന്ന
ബഹുമാനായ മന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി മന്ത്രി കിട്ടിയ സമയത്ത് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും ഈ പ്രദേശത്തെ കർഷകർക്കും ബാക്കി എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഇതൊക്കെ കണ്ട് മഞ്ഞളിച്ച കുറച്ച് പേര് വില കുറഞ്ഞ തന്ത്രങ്ങളുമായിട്ട് ഓലക്കത്തിയിലും ഇതൊക്കെ എന്ന് പറയുന്നത് വേറെ ഒന്നും കിട്ടാനില്ല. കഴിഞ്ഞ ദിവസം തന്നെ അതിന് ഉദാഹരണം ഇടുക്കി പദ്ധതിയുടെ 50-ാം വാർഷികമാണ്. യൂണിയൻ ഉപകരണങ്ങൾ ക്ഷണിക്കണം കേട്ടോ. ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഇന്ദിരാഗാന്ധിയാണ്. അതിൻ്റെ 50-ാം വാർഷികം വിചാരിച്ച് ഇതിനകത്ത് LDF പദ്ധതിയാണെന്ന് വിചാരിച്ച് എല്ലാവരും ഇതെന്താ നടക്കുന്നതെന്ന് ഇപ്പോൾ അവർക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആയിരിക്കും ചിലപ്പോൾ വാണിജ്യം കൊടുത്തത്. കൂട്ടോടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടായിരിക്കും വാണിജ്യം കൊടുത്ത് അണങ്ങി പോരുന്നത്. എന്തായാലും കൊള്ളാം. വില കുറഞ്ഞ തന്ത്രങ്ങളാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. മറ്റു കുറ്റമൊന്നും പറയാനില്ല. എന്തായാലും അപ്പോൾ അവിടുത്തെ പാലം ഒരുത്തരെ കൊണ്ട് പരാതി ഹൈക്കോടതി കൊടുത്തിട്ട് വേണ്ടിയിട്ടിരിക്കുക. അപ്പം എത്രയോ പദ്ധതികൾ നിരവധിയായി കൊണ്ടുവന്നത് അത് പണിയാനല്ല, ചുമ്മാ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാഞ്ഞാറ് പാലത്തിൻ്റെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ പണി തുടങ്ങിയപ്പോൾ ആ വായ അടക്കണം. അങ്ങനെ ഒരു കാലത്തും ഇല്ലാത്ത ഒരു വികസനം മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന ഇവരുടെ ഒരു എന്നാ കനവേലൂരിൻ്റെ നോണ പറഞ്ഞ് പരത്തുമായിട്ട്. കാരണം 10 പ്രാവശ്യം ഇപ്പം കള്ളനാന്ന് പറഞ്ഞാൽ ജോസ് കള്ളനാന്നല്ല പറഞ്ഞത്. കള്ളനാന്ന് 10 പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു കാഴ്ചയാണോ എങ്ങനെ ആ തരത്തിലായി ഇപ്പോൾ ഇലക്ഷൻ പ്രചരണം. അപ്പം അതൊക്കെ ഈ വില കുറഞ്ഞ തന്ത്രങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല നല്ല പദ്ധതികൾ വരുമ്പോൾ അതിനോട് സഹകരിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഞാൻ അവരെ ഉദ്ദേശിക്കാനുള്ളത്. ഒന്നുമില്ല, വേണ്ടൊന്നും പറയുന്നില്ല. ഈ പദ്ധതികൾ ഇവിടെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് നന്ദി. പ്രിയപ്പെട്ട ഈ KR ജോസഫ്, ടോമിച്ചേട്ടൻ, കുമാർ, ബഹുമാനിയുടെ പ്രിയപ്പെട്ടവർ, സംസാരിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഒരു ഉദ്ഘാടനം ഉപയോഗിക്കേണ്ടി വന്ന സാഹചര്യം. ഈ ഒരു പദ്ധതി വന്നിട്ട് എൻ്റെ അംഗീകാരം എല്ലാം കിട്ടി. നമുക്ക് താൽക്കാലികമായി ഇതിലുണ്ടായിരുന്നൊരു പ്രശ്നം, ഒരു അംഗീകാരത്തിനൊരു ചെറിയ ഒരു തടസ്സം കോൺട്രാക്ടർ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇന്നലെ രാത്രി 7:30 മണിക്ക് തുടങ്ങി 10:30 മണിക്ക് അവസാനിച്ച മന്ത്രിസഭാ യോഗത്തിൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ തടസ്സങ്ങളും തീർന്ന് ടെൻഡർ എടുത്ത് ഒരു കോൺട്രാക്ടർ എഗ്രിമെൻറ്റ് വെച്ച സ്ഥിതിക്ക് നമുക്ക് ഇതിന് പണി ആരംഭിക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ളത് ചെക്ക് ഡാമിന് 10 കോടി രൂപയാണ് ചെക്ക് ഡാമിന് വേണ്ടി കൊടുത്തത്. ഇവിടെ 2 പ്രധാന പ്രപ്പോസലാണ്. ഒന്ന്, നമുക്ക് ഈ പ്രദേശത്തെ ടൂറിസം സാധ്യത, ഇപ്പോൾ കാഞ്ഞാറിലേക്ക് വരുന്ന പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ചൊക്കെ ഞാനും ആ വാർത്ത ശ്രദ്ധിച്ചു. എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഏത് അന്വേഷണം വേണം നടത്തിക്കൊണ്ട്, ഏത് കോടതിയിലും കേസ് കൊണ്ട്, പക്ഷേ നാട്ടിൽ വരുന്നൊരു കേസിനെ, ഒരു കാര്യത്തെ ഇങ്ങനെ ദുർബലപ്പെടുത്താൻ, നാടിൻ്റെ വികസന രംഗത്തുണ്ടാകുന്ന കാഴ്ചപ്പാടുകളെ മോശമാക്കി കാണുന്ന ഒരു ചിത്രം രാഷ്ട്രീയപരമായിട്ട് പോലും അത് ഒരു മോശമായ അവസ്ഥയാണ്. ഇതൊരു 116 കോടിയുടെ പദ്ധതിയാവുന്നെങ്കിൽ അനുബന്ധമായി നാട്ടിൽ 2 കോടിക്കും 3 കോടിക്കും ഒക്കെ പറ്റുന്ന ആൾക്കാർക്ക് പുതിയ സ്കീം എടുക്കാനുള്ള അംഗീകാരമാണ് ഇതിലൂടെ നൽകപ്പെടുന്നത്. കാര്യം ഇറിഗേഷൻ ടൂറിസം എന്നൊരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. കേരളത്തിൽ ആദ്യമാണ്. ഇപ്പം പണിയെടുക്കുന്ന ഒരാൾ 10-200 കോടി രൂപ മുടക്കിയാൽ ആ 200 കോടി സർക്കാർ മുടക്കുമല്ലോ. 200 കോടി അവർ മുടക്കി അവർ ചെയ്ത് അതിൻ്റെ നേട്ടത്തിൻ്റെ ഇത്ര ശതമാനം സർക്കാരിനും കൊടുത്ത് 30 വർഷം കഴിയുമ്പം ഈ സ്ഥലവും സ്ഥാപനവും ഇതും എല്ലാം കൂടെ സർക്കാരിലേക്ക് കൊടുക്കുക. അല്ല ആരെങ്കിലും പണം മുടക്കുക. ഞാൻ ആദ്യം കേൾക്കുന്ന പ്രശ്നമാണ്. അത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. പക്ഷേ നാട്ടിൽ നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് വരുന്നതാണെന്നൊരു ധാരണ എല്ലാവരും വെച്ച് പുലർത്തണം. അവരോട് എനിക്ക് വലിയ അപേക്ഷ മാത്രമേ ആ കാര്യത്തിലുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കട്ടെ. ഇതിനനുബന്ധമായി തന്നെ ഈ തീരം നമുക്ക് എത്തി സംരക്ഷിക്കപ്പെട്ട് ഇതുപോലെ തന്നെ മഹത്തായ നല്ല പാർക്ക് രൂപപ്പെടുത്താനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണലായി ടെൻഡർ വർക്ക് ചെയ്ത് 4 കോടി രൂപയും കൂടി ഇതിന് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിന് ഓപ്പോസിറ്റ് സൈഡ് മുകളിലേക്ക് കർഷകർക്ക് ഗുണകരമായി മൈക്രോ ഇറിഗേഷൻ പാട്ട് ഈ നിൽക്കുന്ന ചെടികളും കാര്യങ്ങളെല്ലാം യഥാസമയം വളവും വെള്ളവും ഒരുപോലെ കൊടുത്ത് നനയ്ക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഇതിനനുബന്ധമായി തന്നെ 3.52 കോടി രൂപയും കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ വെക്കുകയാണ്. അങ്ങനെ 3.52 കോടി.
അപ്പം 3 കോടി രൂപ മൈക്രോമാർട്ടിനും 4 കോടി രൂപ ഇതിന്റെ സിവിൽ പ്രവർത്തിക്കും 10 കോടി രൂപ ചെക്ക് ഡാമിനും. അപ്പോൾ മനോഹരമായ ഒരു പദ്ധതിയാണ്. ഏതാണ്ട് 10-18 കോടി രൂപ ഈ ഒരു പ്രദേശത്ത് ചെലവഴിച്ചുകൊണ്ട് ഇതിനെ കടന്നു വരുന്ന ആൾക്കാർക്ക് വളരെ ഭംഗിയായി വിശ്രമിക്കുവാൻ കഴിയുന്ന വിധത്തിൽ. മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിരിക്കും. നമുക്ക് എത്രയോ നല്ല നീളത്തിലാണ് കിടക്കുന്നത്. താഴെ വരുമ്പോൾ മറ്റു പ്രോഗ്രാം ഇല്ലാണ്ട് അങ്ങോട്ട് പോകാനായിട്ട് കഴിയും. ഞാൻ വാക്ക് പ്രസംഗിക്കുന്നു. 4 മണിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനമുണ്ട്. കൊടിയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വർക്ക് ടെൻഡറായി 2.25 കോടി രൂപയുടെ പുതിയ കെട്ടിടം, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒരു തുടക്കം കുറിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ നാടിന്റെ ഇത്തരം വികസന കാര്യങ്ങളിൽ കക്ഷിരാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്തോട്ട് കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഏറെ സന്തോഷത്തോടു കൂടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ കാർഷിക മേഖലയുടെയും ടൂറിസം മേഖലയുടെയും ജലസേചന മേഖലയ്ക്ക് അടക്കമുള്ള അടിസ്ഥാന വികസനത്തിന് ഉതകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഫണ്ടനുവദിക്കുകയും പ്രാരംഭ നടപടികൾക്ക് ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്ത നമ്മളുടെ ബഹുമാനപ്പെട്ട MLA-യും ജലവിഭവ വകുപ്പ് മന്ത്രിയും കൂടിയായ റോഷി അഗസ്റ്റിൻ സാറിനാണ് ഈ നാട്ടുകാരുടെ പേരിൽ അർക്കോൺ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള അംഗവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന വാർഡ് മെമ്പർ സമിതിയെ നേതൃത്വത്തിലുള്ള യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം സഖാവ് KL ജോസഫിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഫുട്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവ് ശ്രീ ടോം ജോസ് കുന്നേൽ അവർക്ക് യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സുമായ സമ്മേളനത്തിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത ബഹുജനങ്ങളെ നാട്ടുകാർ സുഹൃത്തുക്കളെ മുഴുവൻ പേർക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള ഏകവുമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ